ആത്മീയ ലോകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആത്മീയത കൊണ്ട് എന്ത് നേട്ടം? പൊതുവെ എല്ലാവർക്കുമുള്ള ഒരു സംശയമാണത് കേട്ടോ. ഭൗതിക ജീവിതത്തിൽ ആത്മീയതയ്ക്ക് എന്താണ് പ്രാധാന്യം? ജീവൻ്റെ പരിണാമമാണ് ആത്മീയതയുടെ പ്രധാന നേട്ടം. ജീവൻ്റെ പരിണാമത്തിലൂടെ സംഭവിക്കുന്നത് ബോധത്തിൻ്റെ എക്സ്പാൻഷനാണ്, ബോധത്തിൻ്റെ വികാസമാണ്. ഈ ജീവൻ അഥവാ ആത്മാവ് എന്നാൽ ഒരു ബോധപ്രകാശ ശരീരമാണ്. ജീവൻ അഥവാ ചേതന ശരീരത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രമേ ഭൗതിക തലത്തിൽ, ത്രിമാന തലത്തിൽ നിലനിൽപ്പുള്ളൂ. ചേതനയറ്റ ഒരു ശരീരത്തെ നമ്മൾ എങ്ങനെയാണ് പറയുക? ജഡമെന്നേ പറയാൻ പറ്റുള്ളൂ. ചേതനയുള്ളപ്പോൾ മാത്രമേ അത് ഭൗതികതയിൽ നിലനിൽപ്പുള്ളൂ. ശരീരത്തിൽ നിന്നും ജീവൻ വേർപെട്ട് ഏത് തലത്തിലേക്കാണ് അത് പോകുന്നത്, അതെവിടേക്കാണ് പോകുന്നത് എന്ന് ഇന്നും ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ യഥാർത്ഥത്തിൽ മരണം എന്നത് ത്രിമാന തലത്തിൽ നിന്നും മറ്റൊരു ഉയർന്ന മാനത്തിലേക്കുള്ള ഒരു തുടക്കം മാത്രമാണ്. അതൊരു പരിണാമ യാത്രയാണ്. ഐൻസ്റ്റീൻ്റെ ആദ്യത്തെ തെർമോഡൈനാമിക് നിയമം പറയുന്നത് ഇങ്ങനെയാണ്: എനർജി നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഓൺലി വൺ ഫോം ടു അനദർ ഫോം. എനർജി ഒരിക്കലും നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. അപ്പോൾ അതവിടെ ഉള്ളത് തന്നെയാണ്. അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും, അത്രേ പറ്റുള്ളൂ എന്നുള്ളത്. ഭൂമിയിൽ നമ്മുടെ യാത്ര അവസാനിക്കുന്നത് ശരീരത്തിലെ ചേതന ശരീരം വിട്ട് മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഭൗതിക തലത്തിലുള്ള നമ്മുടെ യാത്ര അവസാനിക്കുന്നത്. ഭൗതികമല്ലാത്ത തരംഗ ഊർജത്തിൽ നിന്ന് തന്നെയാണ് ഭൗതിക വസ്തുക്കളും ഈ ചേതനയും എല്ലാം ഉണ്ടായിരിക്കുന്നതും. ശരീരം ഉണ്ടാകുന്നതിന് മുമ്പേ ചേതന ഉണ്ടായിരുന്നതാണ്. ഭൗതികത്തിലെ നിലനിൽപ്പ് നഷ്ടപ്പെടുന്നു എന്ന് മാത്രം. ചേതന നമ്മളെ വിട്ടു പോകുമ്പോൾ അത് മറ്റൊരു ഡൈമെൻഷനിലേക്കാണ് പോകുന്നതെന്ന്. അപ്പോഴും ശരീരം വിട്ടുപോകുന്ന ആ ചേതന മറ്റൊരു ഡൈമെൻഷൻ തലത്തിൽ പ്രകാശ എനർജി ലോകത്തിനുള്ളിൽ പ്രവേശിച്ചുകൊണ്ട് പ്രകാശബോധത്തിൻ്റെ പരിണാമയാത്ര തുടരുന്നുണ്ട്. അവിടെ ബോധപ്രകാശ ജീവൻ്റെ പരിണാമമാണ് ഭൂമിയിലെ സ്ഥൂല ശരീരത്തിലൂടെ സൂക്ഷ്മമായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഭൗതികതയിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് നടക്കുമ്പോൾ, ഭൗതികതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ ആത്മതലത്തിൽ അതായത് സൂക്ഷ്മതലത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് നമ്മൾ പോലും അറിയുന്നില്ല. നമ്മളുടെ ജീവൻ്റെ പരിണാമം എവിടെ എത്തി നിൽക്കുന്നു എന്ന് പോലും നമുക്കറിയാൻ സാധിക്കുന്നില്ല. അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോലും പോകുന്നില്ല. അതിലേക്കൊരു ശ്രദ്ധ കൊടുത്താൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ. ഞാൻ ആരാണ് എന്നുള്ളൊരു അന്വേഷണം ഉണ്ടായാൽ മാത്രമേ യഥാർത്ഥ നമ്മളെക്കുറിച്ച് നമുക്കറിയാൻ പറ്റുള്ളൂ. ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് മാത്രമല്ല, ജീവപ്രകാശ ലോകത്തിലും പരിണാമങ്ങളുണ്ട്, ഊർജ്ജതലത്തിലും പരിണാമങ്ങളുണ്ട്. ചലന നിയമം പ്രപഞ്ച നിയമമാണ്. അതുകൊണ്ട് തന്നെ ഊർജത്തിൻ്റെ പരിണാമം അനന്തമാണ്, അത് ഇൻഫിനിറ്റിയാണ്. അത് പരിണാമതലത്തിന് അനന്തമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എനർജി. അതുകൊണ്ട് തന്നെ ഭൗതിക ജീവിതത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതേപോലെ തന്നെ ആത്മീയ ഊർജ്ജതലത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്കും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് ഓരോ വ്യക്തിയും, ഓരോ ജീവജാലങ്ങളും. ഒരേ ബോധത്തിൽ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ബന്ധിപ്പിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജം നല്ല ചിന്തകളെ ഉണ്ടാക്കി മനസ്സിനെ ശാന്തമാക്കി കരുണാ മനോഭാവം നമ്മളിൽ വളർത്തുമ്പോൾ മാത്രമാണ് ബോധത്തിന് വികാസം സംഭവിക്കുന്നുള്ളൂ. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നെഗറ്റീവ് വികാരങ്ങൾ വളരെ താഴ്ന്ന വൈബ്രേഷനിലുള്ള എനർജി, ലോ വൈബ്രേഷനിലുള്ള എനർജിയാണ് സൃഷ്ടിക്കുന്നത്. അത് ബോധത്തിൻ്റെ വികാസത്തിന് തടസ്സമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കടന്നു വരേണ്ടതുണ്ട്. ഭൗതിക ജീവിതത്തിലും ആത്മീയ പരിണാമത്തിലും സന്തുലിതാവസ്ഥ കൈവരിച്ചാൽ മാത്രമാണ്
നമ്മൾ ജീവിക്കുന്ന ഏത് സാഹചര്യത്തിലായാലും നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും സംതൃപ്തിയോടെയും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോരുത്തരും അവനവൻ്റെ ഫ്രീക്വൻസിയിലുള്ള ആ കാര്യങ്ങൾ മാത്രമാണ് അനുഭവിക്കുന്നത്. ഒരാൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് അനുഭവിക്കേണ്ടതില്ല. അവനവൻ്റെ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അവനവന് അനുഭവവേദ്യമായിട്ട് വരുന്നത്. ഒരു ജീവൻ ഭൂമിയിലേക്ക് ത്രിമാനതലത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഏത് ഫ്രീക്വൻസിയിൽ അവൻ സഞ്ചരിക്കണം എന്നുള്ളതെല്ലാം മുന്നേ കൂട്ടി തീരുമാനിച്ചിട്ടുള്ളതാണ്. ആ ജീവൻ്റെ പരിണാമത്തിന് തന്നെയാണ് അത് ഭൂമിയിലേക്ക് ത്രിമാനതലത്തിലേക്ക് എത്തുന്നതും. അപ്പോൾ നമ്മൾ ജീവൻ്റെ ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ആത്മീയ തലത്തിൽ നമ്മളുടെ ശ്രദ്ധ കൊണ്ടുവരേണ്ടത് സന്തുലിതാവസ്ഥ, ആത്മസംതൃപ്തി കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. മനസ്സിൻ്റെ സംതൃപ്തിയും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് ഈ തിരക്കേറിയ ഈ ജീവിതത്തിനിടയിൽ മണിക്കൂറുകളോളം ധ്യാനത്തിലിരിക്കാനൊന്നും സമയമില്ല. ഉണർന്നിരിക്കുമ്പോൾ തന്നെ ധ്യാനത്തിൻ്റെ അവസ്ഥ നമ്മുടെ മനസ്സിന് കൊണ്ടുവരാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്കിത് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാൾ പണ്ടത്തെ കാലത്ത് ഇത്രയും തിരക്കേറിയ ജീവിതമല്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം മാസങ്ങളോളം ഒരാൾക്ക് തനിച്ചിരുന്ന് ധ്യാനത്തിലിരിക്കാൻ സാധിക്കുന്നതാണ്. ആത്മീയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. മനസ്സിൻ്റെ ബോധവികാസത്തിന് വേണ്ടിയിട്ട് അവന് സമയം ചെലവഴിക്കാൻ സമയമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അതിന് നമുക്ക് സാധിക്കില്ല. 5 മിനിറ്റ് പോലും നമുക്ക് ധ്യാനത്തിലിരിക്കാനുള്ളൊരു സമയമില്ലാത്ത അവസ്ഥയാണ് നടക്കുന്നത്. അപ്പോൾ ധ്യാനത്തിലിരിക്കുമ്പോഴും ഇരിക്കാതിരിക്കുമ്പോഴും ഭൗതികതയിൽ പ്രവർത്തിക്കുമ്പോഴും മനസ്സിന് സന്തുലിതാവസ്ഥ, ആത്മാവിനും സന്തുലിതാവസ്ഥ എങ്ങനെ കൈവരിക്കാൻ സാധിക്കും? ഇതെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നോക്കാം. വീണ്ടും കാണാം. താങ്ക് യു.